ഗൈസ് വേൾഡ് കപ്പ് ഒക്കെ അല്ലേ വരുന്നേ. ഞാൻ വിചാരിച്ചു എന്തിനപ്പം ഈ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് കളി കാണണേ. നമുക്ക് എപ്പിക് സ്പോർട്സ് ഒക്കെ ഇല്ലേ, എപ്പിക് സ്പോർട്സ് കണ്ടാൽ മതിയില്ലേ. ഞാൻ കളി തുടങ്ങണതിൻ്റെ 2 മിനിറ്റ് മുമ്പ് ഞാൻ എപ്പിക് സ്പോർട്സ് എടുത്ത് കളിൻ്റെ ലിങ്ക് എടുത്ത് പോകാം. കളി കിട്ടണില്ലടൂ. പഠിച്ച പണി 18 നോക്കിയിട്ട് എപ്പിക് സ്പോർട്സ് നമ്മളെ പ്ലക്കി. പക്ഷെ എൻ്റെ തനി സ്വഭാവം അറിയാത്ത ഓൾഡ് ഞാൻ കളിച്ചാൻ പോയില്ല. ഞാൻ എൻ്റെ പണിയാണ് എടുത്തു. അർജന്റീന ബ്രസീലിൽ പോർച്ചുഗലിൽ കളി കയറുമ്പോൾ നമുക്ക് തൊള്ളിയും പൊളിച്ച് നോക്കിക്കാൻ പറ്റില്ലല്ലോ. ഇക്കാണ് വാശിയായി. വാശി എന്ന് വെച്ചാൽ പെരും വാശി. ഒരു പേപ്പറും കഷ്ണം പെണ്ണെടുത്തിട്ട് ഞാനവിടെ എഴുതിയാണ് വെച്ചു, നമ്മൾ എപ്പിക് സ്പോർട്സ് തന്നെ കളി കാണും. ഇത് കണ്ടാണ് GPT വരെ എന്നോട് ചോദിച്ചാൽ അത്രക്കായാണ്. അപ്പോൾ ഞാൻ GPT കണ്ട് കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തെന്ന് അറിയണ്ടേ? അപ്പോൾ ആ രണ്ടിന് മുമ്പ് നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. പണ്ട് കോളേജിൽ നിന്ന് IPL കാണാൻ വേണ്ടി കമ്പ്യൂട്ടർ ലാബിലെ മൈക്രോസോഫ്റ്റ് എഡ്ജിൽ കണ്ണും ചിമ്പി എപ്പിക് സ്പോർട്സിന് സെർച്ച് ചെയ്തപ്പോൾ പട്ടി കുട്ടികളെ വെറ്റമാരി കുറേ സൈറ്റാണ് കണ്ടു. ഒക്കത്തിന്റെ പേര് എപ്പിക് സ്പോർട്സ് തന്നെ, പക്ഷെ ജീവുള്ള ആകെ 2 ഒന്നിപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് epicsports.in എന്നുള്ളത്. മറ്റിപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇനി അറിയണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് വെച്ചോളി. അപ്പം ഞാൻ പറയാൻ പോകുന്ന സൈറ്റിന് പേര് epicsports.app എന്നുള്ള. നിങ്ങൾ കളി കാണാൻ പുതിയ ക്രോമിലെ ഏരി സെർച്ച് ചെയ്താൽ മതി. ഇനി സെർച്ച് ചെയ്യേണ്ട മഹാന്മാരെ ശ്രദ്ധിക്കുക. സെർച്ച് ചെയ്യുമ്പോൾ കുറേ സ്പേസ് അതിൻ്റെ അടിയിലാണ് വരും. ആ പുള്ളിയൊക്കെ ഇടുമ്പോൾ സ്പേസ് ആണ് വരും. അപ്പോൾ അതിനടുത്താണ് കളിനേക്കേണ്ടി. ഇതിൽ കുറേ ലിങ്കുകളുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒറ്റ ലിങ്കിലേ കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിലൊന്നും കിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിലാണ് കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ സ്പോട്ടിലാണ്ട് റിപ്ലൈ ആണ് തരും. 1-2 സൈറ്റ് എന്നല്ല നമ്മക്കറിയാം. നമുക്ക് പല സൈറ്റ് പറയാം. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ